നമസ്കാരം. എല്ലാവർക്കും ടെൽനെറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററായ വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും 2 ടാഗുകളാണ്. ഒന്ന് എന്ന് പറയുന്നത് ലിങ്ക് എന്ന് പറയുന്ന ടാഗ്. അതിന് 2 തരത്തിലുള്ള ലിങ്കുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് എക്സ്റ്റേണൽ ലിങ്കിങ് ആൻഡ് 2 ഇന്റേണൽ ലിങ്കിങ്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു ടാഗ് എന്ന് പറയുന്നത് ലിസ്റ്റ് എന്ന് പറയുന്ന ടാഗായിരുന്നു. ഈ ലിസ്റ്റ് എന്ന് പറയുന്ന ടാഗ് 3 തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ്, അതിന് നമ്മൾ OL എന്ന് പറയുന്ന HTML ടാഗുകളാണ് യൂസ് ചെയ്യുന്നത്. 2 അൺഓർഡേർഡ് ലിസ്റ്റ്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറയുന്നത് UL എന്ന് പറയുന്ന ടാഗുകളായിരുന്നു. 3 ഡെഫിനിഷൻ ലിസ്റ്റ്, അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് DL എന്ന് പറയുന്ന ടാഗുകളായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും ഈ 2 ടാഗുകൾ, അതായത് ലിസ്റ്റും ലിങ്കുമാണ് കണ്ടത്. അപ്പോൾ ഈ 2 ടാഗുകളും ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ലിസ്റ്റും ലിങ്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടതാണ്. എന്തെങ്കിലും സംശയങ്ങൾ അതേപറ്റി ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ദയവായി കാണുക. അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് ടേബിളുകളെ കുറിച്ചാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ടേബിളുകൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ സാധാരണ എന്തിനാണ് ടേബിൾ ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ഡേറ്റയെ റോസ് ആൻഡ് കോളം ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ടേബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ കയ്യിലൊരു ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റയെ വരികളായും അതുപോലെ നിരകളായും അറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ടേബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന സാധനമാണ് ടേബിൾ, നമുക്കറിയാം. ഇപ്പോൾ ഈ ടേബിളിന് എത്ര റോസ് ആൻഡ് കോളംസ് ഉണ്ട്? നമുക്ക് കാണാൻ പറ്റും. 3 റോകളും ഉണ്ട് അല്ലെ? 3 റോസും ഉണ്ട്, അതുപോലെ 3 കോളംസും ഉണ്ട്. അപ്പോൾ 3 റോസും അതുപോലെ 3 കോളംസും ഉള്ള ഒരു ടേബിളാണ് നമ്മൾ ഈ ചിത്രത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു വെബ് പേജിൽ എങ്ങനെയാണ് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് ഉപയോഗിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടുകൾ എന്നാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും 3 ടാഗുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ടേബിൾ എന്ന് പറയുന്ന ടാഗ്, 2 എന്ന് പറയുന്നത് TR എന്ന് പറയുന്ന ടാഗ്, മൂന്നാമത്തേത് TD അല്ലെങ്കിൽ TH എന്ന് പറയുന്ന ടാഗ് വേണമെങ്കിലും ഈ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. TD അല്ലെങ്കിൽ TH ഇത് രണ്ടും ഒരേ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗുകളാണ്. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3 ടാഗുകളാണ്. 3 തരം ടാഗുകൾ. അത് ഏതൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത് ടേബിൾ എന്ന് പറയുന്ന ടാഗ്, 2 എന്ന് പറയുന്നത് TR അതായത് ടേബിൾ റോ, അതിനെ ചുരുക്കിയാണ് നമ്മൾ TR എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടാഗ് ഏതാണ്? TD എന്ന് പറഞ്ഞാൽ ടേബിൾ ഡേറ്റ. ഈ TD എന്ന് പറയുന്ന ടാഗിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടാഗാണ് TH എന്ന് പറയുന്ന ടാഗ്. ടേബിൾ ഹെഡർ, അതിനെ ചുരുക്കിയാണ് നമ്മൾ TH എന്ന് പറയുന്നത്. ഇനി ഈ ടാഗുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ HTML-നകത്ത് അല്ലെങ്കിൽ വെബ് പേജിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ടേബിളിന്റെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ടേബിൾ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. ഒരു ടേബിളിന്റെ ഫ്രെയിം അല്ലെങ്കിൽ ഔട്ടർ ബോർഡർ, നമ്മളിതാ ഈ കാണുന്നതാണ് ഒരു ടേബിളിന്റെ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ടേബിളിന്റെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടേബിൾ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി ആ ടേബിളിനകത്ത്
ഓരോ റോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് TR. ആ ടേബിളിനകത്ത് ഓരോ റോകൾ, വരികൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ടേബിളിനകത്ത് 3 റോസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഓരോ റോസ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ടാഗുകളാണ് TR എന്ന് പറയുന്ന ടാഗ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു റോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ഒറ്റ റോ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഒരു TR പെയർ യൂസ് ചെയ്യണം. നമുക്ക് 2 റോ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ 2 TR പെയർ യൂസ് ചെയ്യണം. നമുക്ക് 3 റോ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ 3 TR പെയർ ഈ ടേബിൾ എന്ന് പറയുന്ന ടാഗിനകത്തായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ബുക്കിലൊക്കെ ടേബിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ടേബിൾ വരയ്ക്കുന്നത് കുറച്ച് ലൈൻസ് നമ്മൾ വെർട്ടിക്കലായിട്ടും കുറച്ച് ലൈൻസ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടും വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ HTML-നകത്ത് ടേബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിൽ നിന്നും ഒരല്പം ഡിഫറൻ്റ് ആണ്. അതായത് ആദ്യം നമ്മളൊരു ഫ്രെയിം വരയ്ക്കുന്നു, അതിനുശേഷം അതിൻ്റെ അകത്ത് ഓരോ റോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ഓരോ റോയ്ക്കകത്തും സെൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഓരോ റോയ്ക്കകത്തും സെൽസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ബുക്കിൽ ഒരു ടേബിൾ ഞാൻ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും. അതിനകത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കും അല്ലേ? എത്ര റോസ് വേണം, എത്ര കോളംസ് വേണം എന്നതിനെ ബേസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ HTML-നകത്ത് ആ രീതിയിലല്ല. നമ്മൾ ആദ്യം ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു അതിനാണ് നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യുന്നത്? ടേബിൾ എന്ന് പറയുന്ന ടാഗ്. അതിനുശേഷം എത്ര റോസ് ഉണ്ടോ ആ റോയ്ക്ക് അനുസൃതമായി TR എന്ന് പറയുന്ന ടാഗ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യും. ഇവിടെ ഇപ്പം 3 റോ ആണുള്ളതെങ്കിൽ 3 TR പെയറുകൾ നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഓരോ റോയ്ക്കകത്തും എത്ര സെൽസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അത്രയും TDs അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ ഈ എക്സാമ്പിളിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ടേബിളിന് ഓരോ റോയിലും 3 സെല്ലുകൾ വീതമുണ്ട്. ഓരോ റോയിലും അല്ലെ 3 സെല്ലുകൾ. അപ്പോൾ ഓരോ TR പെയറിനകത്തും നമ്മൾ ഇതേപോലെ 3 TD പെയറുകൾ വീതം യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ 3 TD പെയറുകൾ, ഒന്നാമത്തെ TR-നകത്ത് 3 TD യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 3 സെല്ലുകൾ കിട്ടും. രണ്ടാമത്തെ TR, ടേബിൾ റോ എന്ന് പറയുന്ന ടാഗിനകത്ത് 3 TD പെയറുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇനി മൂന്നാമത്തെ TR പെയറിനകത്ത് നമ്മൾ 3 സെല്ല് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വീണ്ടും 3 TD പെയറുകൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ TD എന്ന് പറയുന്ന ടാഗിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ടാഗാണ് TH. എന്താണ് TDയും THും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി നേരിട്ട് HTML-ലോട്ട് പോവാം. HTML കോഡിങ്ങിലോട്ട് പോവാം. എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു വെബ് പേജിനകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കോഡിലൂടെ കാണിക്കുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിലോട്ട് നിങ്ങൾ കുറച്ച് സൂക്ഷിച്ച് നോക്കിയോളാം. കാരണം കോഡ് മുഴുവൻ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ഒരല്പം ചെറുതാക്കിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ HTML പേജിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? എങ്ങനെയാണത്? HTML എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? /HTML ഉപയോഗിച്ച് അത് അവസാനിക്കും. അപ്പോൾ ഇതാണ് ഒരു HTML പേജിന്റെ ഏറ്റവും സൂപ്പർ മോസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. HTML സ്റ്റാർട്ട് ചെയ്യണം, /HTML അത് അവസാനിക്കണം. ഇനി അതിന് പ്രധാനമായിട്ടും 2 പാർട്ടാണുള്ളത്. ഹെഡ് എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട് അല്ലെ? അതുപോലെ ബോഡി എന്ന് പറയുന്ന പാർട്ടും ഉണ്ട്. അപ്പോൾ ഹെഡ് എന്ന് പറയുന്ന പാർട്ട് ഹെഡിൽ തുടങ്ങും, /ഹെഡിൽ അവസാനിക്കും. നമ്മൾ അതിനകത്ത് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമേ കൊടുക്കാറുള്ളൂ. ഇനി ഒരു വെബ് പേജിനകത്ത് എന്താണ് വരേണ്ടത് എന്ന് കാണിക്കുന്നത് ബോഡി എന്ന് പറയുന്ന പാർട്ടിനകത്താണ്. അപ്പോൾ ബോഡി നമ്മളിത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോഡി എന്ന് പറയുന്ന ടാഗിനകത്ത് നമ്മൾ എന്ത് കാര്യമാണോ കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ വെബ് പേജിനകത്ത് വരുന്നത്. ഇനി നമ്മൾ ഈ ബോഡി എന്ന് പറയുന്ന ഭാഗം മാത്രമാണ്
ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ വെബ് പേജിനകത്തുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിച്ചോളണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയായിരുന്നു നമ്മുടെ ടേബിൾ ഉണ്ടായിരുന്നത്. നമ്മുടെ ടേബിളിന് 3 റോയും അതുപോലെ 3 കോളംസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോളം റോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല ഇതിൻ്റെ അകത്തുള്ളത്. ഓരോ റോ അതിനകത്ത് എത്ര സെല്ല്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 3 റോ ഉണ്ട്. ഓരോ റോയ്ക്കകത്തും 3 സെല്ലുകൾ വീതമുണ്ട്. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും പാരന്റ് ടാഗ് എന്ന് പറയുന്ന ഏതാണ്? നമ്മൾ പറഞ്ഞു അത് ടേബിൾ എന്ന് പറയുന്ന ടാഗാണ് അല്ലേ. ടേബിൾ എന്ന് പറയുന്ന ടാഗ് ഇത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ടേബിൾ എന്ന് പറയുന്ന ടാഗ് ഇത് പെയ്ഡ് ടാഗാണ്. ടേബിൾ/ടേബിൾ അത് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ടേബിൾ എന്ന് പറയുന്ന ടാഗ് ഈ പറയുന്ന സ്ഥലത്ത് അല്ലെ, ഇവിടെ നമ്മൾ അത് തുടങ്ങി, അത് ഇവിടെ അവസാനിച്ചു. ഇപ്പോൾ എന്ത് ക്രിയേറ്റ് ആയി? ഇപ്പോൾ ടേബിളിന്റെ ഒരു ഫ്രെയിം മാത്രമാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഒരു ഫ്രെയിം മാത്രം, ടേബിളിന്റെ ഒരു ഔട്ടർ ബോർഡർ മാത്രമാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ആ ടേബിളിനകത്ത് 3 റോസ് ക്രിയേറ്റ് ചെയ്യണം, 3 വരികൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 3 വരികൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ എത്ര TR ടാഗുകൾ കൊടുത്താൽ മതി? 3 TR ടാഗ് കൊടുത്താൽ മതി. അപ്പോഴേ ഒരു TR ടാഗ് നമ്മളിതാ ഇവിടെ കൊടുക്കുന്നു. ഞാൻ ആ പേരുകൾ ഒരുമിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു TR ടാഗ് നമ്മളിതാ അവിടെ കൊടുക്കുകയാണ്. ഇനി അടുത്തൊരു TR ടാഗ് നമ്മളിതേ ഇവിടെ കൊടുക്കുകയാണ് അല്ലെ. രണ്ടാമത്തെ TR ടാഗ് ഇതേ ഇവിടെ കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ TR ടാഗ് നമ്മളിതേ ഇവിടെ കൊടുക്കുന്നു. മൂന്നാമത്തെ TR ടാഗ് നമ്മൾ ദാണ്ട് ഇവിടെ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ എത്ര TR പേരുകൾ ക്രിയേറ്റ് ചെയ്തു? 3 TR പേരുകൾ. 1 അല്ലെ 2 3 3 TR പേരുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മുടെ എക്സാമ്പിളിനകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഓരോ TRനകത്തും അല്ലെ ഓരോ വരിക്കകത്തും നമുക്ക് 3 സെല്ലുകൾ വീതമാണുള്ളത് അല്ലെ. ഓരോ ടേബിൾ റോയ്ക്കകത്തും നമുക്കുള്ളത് 3 സെല്ലുകൾ വീതമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഓരോ TRനകത്തും ഓരോ TRനകത്തും ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ 3 TDs വീതം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ TRനകത്തും 3 TDs കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു TD ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ TD, ഇവിടെ മൂന്നാമത്തെ TD. ഓരോ TRനകത്തും നമ്മൾ എത്ര TD പേരുകൾ വീതം? 3 TD പേരുകൾ വീതം. ഇനി TD എന്ന് മാത്രമേ പറയൂ, അത് പേരുകളായിട്ടാണ് വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചോളണം. അപ്പോൾ ഓരോ TRനകത്തും 3 TD വീതം. അതേപോലെ ഇവിടെ ഓരോ TRനകത്തും നമ്മൾ 3 TD ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് മാത്രം ചെയ്തതാണ്. അതുപോലെ ഈ മൂന്നാമത്തെ TR പേരിനകത്തും നമ്മൾ 3 TD പേരുകൾ വീതം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനെ ഈ പറയുന്ന വെബ് പേജിനെ .html എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. ഇനി എങ്ങനെയാണ് അത് നമ്മുടെ വെബ് പേജ് ആയി മാറുന്നത് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇതിപ്പോ നമ്മുടെ കോഡിംഗ് പാർട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, അത് നമ്മൾ മുമ്പത്തെ സെഷനിലെല്ലാം കണ്ടതാണ്. നമ്മൾ ഇപ്പോൾ വേർഡിലോ അല്ലെങ്കിൽ നോട്ട് പാഡിലോ ഈ പറയുന്ന സംഗതി ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് .html എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. അപ്പൊ .html എന്ന് പറഞ്ഞ് സേവ് ചെയ്താൽ അപ്പോൾ തന്നെ അത് എന്തായി? അതൊരു വെബ് പേജ് ആയിട്ട് മാറി. ഇനി അത് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിനെ നമ്മൾ HTML എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഓപ്പൺ ചെയ്തതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു വെബ് പേജിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ രീതിയിലാണ് നമ്മുടെ ടേബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 റോയും 3 കോളവും ഉള്ളതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. കോളം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 3 റോയുണ്ട്. ഓരോ റോയ്ക്കകത്തും ഓരോ സെൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അല്ലെ. ഓരോ റോയ്ക്കകത്തും 3 വീതം സെല്ലുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ TDക്കകത്തും ഞാനിങ്ങനെ 1 2 3 എന്നൊക്കെ ഉള്ള ഡേറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ നോക്കിയാലായിട്ട് കാണാൻ പറ്റും.
നമ്മൾ അല്ലെ ഇപ്പോൾ ഒന്നാമത്തെ ടി ഡിക്കകത്ത് ഞാൻ, അതായത് ഒന്നാമത്തെ ടേബിൾ റോയുടെ ഒന്നാമത്തെ ടി ഡിക്കകത്ത് ഞാൻ 1 എന്ന് പറഞ്ഞു കൊടുത്തു, രണ്ടാമത്തെ അകത്ത് 2 എന്ന് പറഞ്ഞു കൊടുത്തു, മൂന്നാമത്തെ അകത്ത് 3 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് ആ സംഗതിയാണ്. ഇനി അതുപോലെ രണ്ടാമത്തെ ടേബിൾ റോയുടെ ഒന്നാമത്തെ സെല്ലിനകത്ത് 4 എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ, രണ്ടാമത്തെ സെല്ലിനകത്ത് 5 എന്ന് പറഞ്ഞു കൊടുത്തു, രണ്ടാമത്തെ ടി ആറിന്റെ ഒന്നാമത്തെ ടി ഡിക്കകത്ത് 4, രണ്ടാമത്തെ ടി ഡിക്കകത്ത് 5, മൂന്നാമത്തെ ടി ഡിക്കകത്ത് 6. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ, കാരണം ടി ഡി എന്ന് പറയുന്ന ടാഗിനകത്താണ് നമ്മൾ ടേബിൾ ഡേറ്റ എന്ന് പറയുന്ന സംഗതി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത്ര പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ടേബിൾ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുക. ഇനി എത്ര റോസ് ആണോ വേണ്ടത് അത്രയും TR പേറുകൾ കൊടുക്കുക അല്ലെ. ഇനി എത്ര ഓരോ TRനകത്തും ഓരോ റോയ്ക്കകത്തും എത്ര സെൽസ് ആണോ വേണ്ടത് അതിനു വേണ്ടി നമ്മൾ TD പേറുകൾ കൊടുക്കുക. ഈ TD എന്ന് പറയുന്ന ടാഗിനകത്ത് മാത്രമേ നമുക്ക് ഡേറ്റ കൊടുക്കാനായിട്ട് പറ്റൂ അല്ലെ. നമ്മളിപ്പം വെറുതെ അല്ലല്ലോ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ടേബിളിന്റെ അകത്ത് ഡേറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ജസ്റ്റ് 1 2 3 4 5 6 7 8 9 ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എന്ത് ഡേറ്റ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും ഈ പറയുന്ന ടെക്സ്റ്റ് കൊടുക്കാം, ഇമേജ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് കുറെ ഡേറ്റയെ നമ്മൾ റോസ് ആൻഡ് കോളമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡേറ്റ എപ്പോഴും TD എന്ന് പറയുന്ന ടാഗിനകത്ത് മാത്രമേ നിൽക്കൂ. അതുകൊണ്ടാണ് TD എന്ന് പറയുന്ന ടാഗിനകത്ത് നമ്മൾ ഡേറ്റ കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിലോട്ട് നോക്കിയാൽ എനിക്കിതാണ് ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ടേബിൾ, അതായത് ഈ ടേബിളിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ടേബിൾ, അതിൻ്റെ അകത്ത് ആകപ്പാടെ ഒരു റോയും ഒരു കോളവും മാത്രമേ ഉള്ളൂ അല്ലെ. ഒരു റോയും ഒരു കോളവും മാത്രമുള്ള ടേബിൾ ഇങ്ങനെ ഇരിക്കൂലേ. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഈ ടേബിൾ എന്ന് പറയുന്ന ടാഗ് മാത്രം മതിയോ? നമ്മൾ പറഞ്ഞു ടേബിൾ എന്ന് പറയുന്ന ടാഗ് മാത്രം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രെയിം ക്രിയേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ടേബിൾ എന്ന് പറയുന്ന ടാഗ് മാത്രം മതിയോ? പോരാ. ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടേബിൾ എന്ന് പറയുന്ന ടാഗ് വേണം, അതിനകത്ത് ഒരു TR പേര് വേണം, അതിനകത്ത് ഒരു TD പേരും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ടേബിൾ ഏത് രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ടാഗുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? ടേബിൾ എന്ന് പറയുന്ന ടാഗ്, അതൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഓരോ റോയ്ക്കും വേണ്ടി TR, അതിനകത്ത് ഓരോ സെൽസിനും വേണ്ടി TD. ഇനി നമ്മൾ പറഞ്ഞു ഈ TD എന്ന് പറയുന്ന ടാഗിന് സമാനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗാണ് TH അല്ലെ. TDക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടാഗാണ് TH. അപ്പോൾ എന്താണ് ഈ TDയും THും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്ത ടേബിളാണ്. ഈ ടേബിളിന്റെ ഔട്ട്പുട്ട് ഏത് രീതിയിലാണ് വന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലെ. ഈ രീതിയിലാണ് അതിന്റെ ഔട്ട്പുട്ട് വന്നത്. നമ്മൾ ചെയ്ത കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഈ രീതിയിലാണ് വന്നത്. ഇനി നമ്മൾ TD എന്ന് പറയുന്ന ടാഗിന് പകരം TH യൂസ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ റോയിലുള്ള TDകൾക്ക് പകരമാണ് നമ്മൾ TH യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടേബിൾ റോയ്ക്കകത്തുള്ള TDക്ക് പകരം ഇനി TH ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് മാറ്റം വരുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ടേബിൾ റോയ്ക്കകത്ത് എല്ലാ TDയും മാറ്റി അതിന് പകരം നമ്മൾ TH എന്ന് പറയുന്ന ടാഗ് കൊടുത്തു, TH പേരുകൾ കൊടുത്തു. ഇനി എന്ത് മാറ്റമാണ് വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് എടുക്കുന്നു. വെബ്സൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇനി ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. നമ്മൾ ചെയ്ത മാറ്റത്തിനനുസരിച്ച് വെബ് പേജിൽ മാറ്റം വരാൻ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. നോക്കിക്കൊള്ളണം. ഒന്ന് റിഫ്രഷ് ചെയ്തപ്പോൾ എന്ത് മാറ്റമാണ് ഇവിടെ വന്നത്?
നിങ്ങൾക്ക് കാണാൻ പറ്റി, സൂക്ഷിച്ച് നോക്കിയാലേ അത് കാണാൻ പറ്റുള്ളൂ. ഒന്ന് വലുതാക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒന്നാമത്തെ റോയിൽ എന്ത് മാറ്റമാണ് വന്നത്, ഈ ഒന്നാമത്തെ റോയ്ക്കകത്ത് വന്ന മാറ്റം എന്താണ് എന്ന് നോക്കിയാൽ ഈ 1, 2, 3 എന്ന് പറയുന്ന ഒന്നാമത്തെ റോയ്ക്കകത്തുള്ള ഡേറ്റ എല്ലാം ബോൾഡായി എന്ന് നിങ്ങൾ കണ്ടു അല്ലെ. ഒന്നാമത്തെ റോയ്ക്കകത്ത് വന്ന ഡേറ്റ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി, ബോൾഡായി. അതേ ബാക്കിയുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ റോയിലെ ഡേറ്റയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊന്നും ബോൾഡ് അല്ല. എന്നാൽ ഒന്നാമത്തെ റോയ്ക്കകത്ത് വന്ന ഡേറ്റ എന്ന് പറയുന്നത് ബോൾഡായി. മാത്രമല്ല ഇത് സെന്റർ അലൈൻഡ് ആവുകയും ചെയ്തു അല്ലെ. ഈ ഡേറ്റ എന്ന് പറയുന്നത് എന്തായി, സെന്റർ അലൈൻഡ് ആയി. ഇത് ആ സെല്ലിന്റെ ഏറ്റവും നടുക്കായിട്ട് വന്നു നിന്നു. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങളാണ് ടി ഡിക്ക് പകരം നമ്മൾ ടി എച്ച് യൂസ് ചെയ്താൽ സംഭവിക്കുന്നത്. ടി ഡിക്ക് പകരം ടി എച്ച് യൂസ് ചെയ്താൽ സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് ടി എച്ചിനകത്തുള്ള ഡേറ്റ ബൈ ഡിഫോൾട്ട് ബോൾഡ് ആകും. ടി എച്ചിനകത്തുള്ള ഡേറ്റ ബൈ ഡിഫോൾട്ട് ബോൾഡ് ആകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി സെന്റർ അലൈൻഡ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, സെന്റർ അലൈൻഡ് ആവും. അപ്പൊ എന്തിനാണ് ഈ ടി എച്ച് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ടി എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ടേബിൾ ഹെഡർ അല്ലെ. ടി ഡി എന്ന് പറയുമ്പോൾ അത് ടേബിൾ ഡേറ്റ മാത്രമാണ്. ടി എച്ച് എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് ടേബിൾ ഹെഡർ ആണ്, ടേബിൾ ഹെഡർ. അപ്പോൾ നമുക്കറിയാം സാധാരണ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിന്റെ ഒന്നാമത്തെ റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? സാധാരണഗതിയിൽ നമ്മൾ നോട്ടൊക്കെ എഴുതുന്ന സമയത്ത് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ ഒന്നാമത്തെ റോ എന്ന് പറയുന്നത് പലപ്പോഴും ഹെഡിങ് ആയിരിക്കും അല്ലെ. ഹെഡിങ് ആയിരിക്കും, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഹെഡിങ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹെഡിങ് ബോൾഡ് ആയിട്ടും അതുപോലെ സെന്റർ അലൈൻഡ് ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടി ഡിക്ക് പകരം ടി എച്ച് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ടി ഡിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ടാഗ് തന്നെയാണ് ടി എച്ച്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ടി എച്ച് യൂസ് ചെയ്യുന്നത് ഒരു ടേബിളിന്റെ ഫസ്റ്റ് റോയ്ക്കകത്താണ്, അത് ടേബിൾ ഹെഡിങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ടി ഡിയും ടി എച്ചും തമ്മിലുള്ള വ്യത്യാസം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ടേബിളിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന, ഇപ്പൊ ടേബിൾ, ടി ആർ, ടി ഡി അല്ലെങ്കിൽ ടി എച്ച്, ഈ പറയുന്ന ടാഗുകളുടെ ആട്രിബ്യൂട്ടുകളാണ്. നമ്മൾ പഠിച്ച ടേബിൾ, ടി ആർ, ടി ഡി ഓർ ടി എച്ച്, ഇതിന്റെ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ടേബിൾ എന്ന് പറയുന്ന ടാഗിന്റെ ആട്രിബ്യൂട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓർമ്മിച്ചോളണം, നമ്മൾ ടേബിളിന്റെ ആട്രിബ്യൂട്ടുകളാണ് ആദ്യം പഠിക്കുന്നത്. ഇപ്പൊ ടേബിളിന്റെ ആട്രിബ്യൂട്ട് ഈ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ പഠിക്കുന്ന ടേബിളിന്റെ ആട്രിബ്യൂട്ടുകൾ. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത് പഠിക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ബോർഡർ. അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തിനായിരിക്കും ഈ ബോർഡർ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ടേബിളിന്റെ ബോർഡർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ബോർഡറിന്റെ തിക്നെസ്. അതിന്റെ ഡെഫിനിഷൻ ഈ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ടു സ്പെസിഫൈ ദ തിക്നെസ് ഓഫ് ദ ബോർഡർ ലൈൻ അറൌണ്ട് ദ ടേബിൾ. ടു സ്പെസിഫൈ ദ തിക്നെസ് ഓഫ് ദ ബോർഡർ ലൈൻ അറൌണ്ട് ദ ടേബിൾ. ഇത് ഏത് രീതിയിൽ വരും എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ ഈ കോഡിലേക്കൊന്ന് നോക്കിക്കേ. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ടേബിളിന്റെ ബോർഡർ എന്ന് പറയുന്ന ബോർഡറിന്റെ വാല്യൂ ഞാൻ 1 എന്ന് പറഞ്ഞാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ബോർഡറിന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് അതിന്റെ ബോർഡർ വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ബോർഡർ. ഇനി ഞാൻ ഇതിന്റെ ബോർഡർ ഒന്ന് മാറ്റുകയാണ്. ഞാൻ ബോർഡർ എന്ന് പറയുന്നത് 1 എന്നുള്ളത് മാറ്റി ഞാൻ 10 അല്ലെങ്കിൽ 5 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ബോർഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ടേബിളിന്റെ ബോർഡറിന്റെ തിക്നെസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ടേബിളിന്റെ ബോർഡർ 5 എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാനിതൊന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ വന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ടേബിളിന്റെ ബോർഡർ, അതിന്റെ തിക്നെസ് കൂടി. അപ്പോൾ ഇതിനാണ് നമ്മൾ ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ബോർഡർ കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. ബോർഡർ കളർ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് മാത്രമേ നോക്കാവൂ.
അപ്പോൾ ബോർഡർ കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് ഇത്. ഓൾറെഡി നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തിനായിരിക്കും നമ്മൾ ബോർഡർ കളർ യൂസ് ചെയ്യുന്നത്. ബോർഡറിന്റെ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോർഡറിന്റെ കളർ മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് എങ്ങനെ വരുന്നു നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ഈ ടേബിളിന് ബോർഡർ കളറൊന്നും സെറ്റ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇതിന്റെ ബോർഡർ കളർ ബ്ലൂ എന്ന് കൊടുക്കുകയാണ്. ബോർഡർ കളർ ബ്ലൂ എന്ന് കൊടുത്തു, ഞാനിത് സേവ് ചെയ്തു. ഇനി നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് എന്ത് മാറ്റമാണ് വരുന്നത് നമുക്ക് നോക്കാം. ഞാനൊന്ന് റിഫ്രഷ് ചെയ്തു. ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും ബോർഡർ കളർ എന്തായി, ബ്ലൂ ആയി. അപ്പോൾ ഈ ആട്രിബ്യൂട്ടൊക്കെ ഏത് രീതിയിലാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇതിപ്പോൾ നമ്മളൊരു വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ആവർത്തിച്ച് കാണാം, അല്ലെങ്കിൽ ബാക്കിലോട്ട് പോയി നോക്കി കാണാം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ബോർഡർ കളർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടേബിളിന്റെ ബോർഡറിന്റെ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമ്മൾ ടേബിൾ ടാഗിന്റെ ആട്രിബ്യൂട്ടായിട്ട് പഠിക്കുന്നത് അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, ഈ അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് ഈ ടേബിൾ റോയ്ക്കകത്തുള്ള കണ്ടന്റ് എവിടെ അലൈൻ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടാണ്. അത് നമ്മൾ ഓൾറെഡി മുമ്പും പഠിച്ചിട്ടുള്ള ആട്രിബ്യൂട്ടാണ് അലൈൻ. അതിന് 3 വാല്യൂസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്: ലെഫ്റ്റ്, റൈറ്റ് അല്ലെങ്കിൽ സെന്റർ. ലെഫ്റ്റ്, റൈറ്റ് അല്ലെങ്കിൽ സെന്റർ. അതുപോലെ BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ. നേരത്തെ ബോർഡർ കളർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബോർഡറിന്റെ മാത്രം കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ BG കളർ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്ത മൂന്നാമത്തെ ആട്രിബ്യൂട്ട് നമ്മൾ നോക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടേബിളിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ടേബിളിൻ്റെതായിട്ട് പഠിക്കുന്ന 2 പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടുകളാണ് സെൽ പാഡിങ്ങും സെൽ സ്പേസിങ്ങും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ ഈ കോഡിന്റെ അകത്ത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ബാക്കിയുള്ള ആട്രിബ്യൂട്ടുകളുടെ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ടേബിളിന്റെ നമ്മൾ ഈ പറഞ്ഞ ആട്രിബ്യൂട്ടുകൾ ഒന്നുകൂടെ നോക്കുകയാണ്. അപ്പോൾ അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു എന്തിനാണ് അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്? ടേബിളിന്റെ കണ്ടന്റ് എവിടെ അലൈൻ ചെയ്യപ്പെടണം. അപ്പോൾ ഈ അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് പ്രധാനമായിട്ട് 3 വാല്യൂസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ലെഫ്റ്റ്, 2 റൈറ്റ്, 3 സെന്റർ. ലെഫ്റ്റ് കൊടുത്താൽ ഇതെല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആവും, റൈറ്റ് കൊടുത്താൽ ടേബിളിന്റെ ഡേറ്റ റൈറ്റ് അലൈൻഡ് ആവും, സെന്റർ കൊടുത്താൽ സെന്റർ അലൈൻഡ് ആവും. ഞാനിപ്പോൾ അലൈൻ്റെ വാല്യൂ റൈറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്ത് മാറ്റം അതിൻ്റെ അകത്ത് വരുമെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ടേബിൾ എന്ന് പറയുന്നത് എങ്ങോട്ട് പോയി? ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിന്റെ റൈറ്റ് സൈഡിലോട്ട് പോയി. ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിന്റെ റൈറ്റ് സൈഡിലോട്ട് പോയി. ഇനി ഞാൻ ടേബിൾ അലൈൻ്റെ വാല്യൂ നമ്മൾ ലെഫ്റ്റ്, ബൈ ഡിഫോൾട്ട് അത് ലെഫ്റ്റ് ആയിരിക്കും. ഞാൻ അതിന്റെ സെന്റർ എന്ന് കൊടുക്കുകയാണ്. സെന്റർ എന്ന് കൊടുത്തു, സേവ് ചെയ്തു. ഇനി ഞാനിതൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിന്റെ സെന്ററിലോട്ട് പോയി. ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിന്റെ സെന്ററിലോട്ട് പോയി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അലൈൻ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അലൈൻ എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ടേബിൾ അല്ലെങ്കിൽ ആ ടേബിളിന്റെ അകത്തുള്ള ഡേറ്റ നമ്മുടെ വെബ് പേജിന്റെ എവിടെ അലൈൻഡ് ആവണം, റൈറ്റ് വരണോ, ലെഫ്റ്റ് വരണോ, സെന്റർ വരണോ. ഇനി നമ്മൾ 2 ആട്രിബ്യൂട്ടുകൾ പഠിച്ചത് BG കളറും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. BG കളർ എന്തിനായിരുന്നു യൂസ് ചെയ്തത്? ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് വേണം, അതിനാണ് നമ്മൾ BG കളർ യൂസ് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്തത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ടേബിൾ എന്ന് പറയുന്ന ടാഗിന്റെ BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ യെല്ലോ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. അങ്ങനെ യെല്ലോ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്താൽ നമ്മുടെ വെബ് പേജിന് എന്ത് മാറ്റം വരുമെന്ന് നമുക്ക് നോക്കാം.
അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായി? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. BG കളർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടേബിളിന്റെ ഒരു ടേബിളിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാൻ, കളറല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. അപ്പോൾ ഇനി ബാക്ക്ഗ്രൗണ്ടിന് നമ്മളൊരു വാല്യൂ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജിന്റെ URL ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കിടക്കുന്ന കുറേ ഇമേജുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ആദ്യം ഈ ഇമേജിനെ എടുക്കുക, അതിന്റെ URL എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കുക. സപ്പോസ് ഞാൻ ഈ ഒരു ക്രിസാന്തിമം എന്ന് പറയുന്ന ഇമേജ് എടുക്കുകയാണ്. ഇതിനെ നേരെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി നമ്മുടെ തന്നെ ഏതെങ്കിലും ഒരു വെബ് പേജിനകത്തോട്ട് ഡ്രോപ്പ് ചെയ്യുക. ഈ ഇമേജിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാണ്? നമ്മുടെ തന്നെ വെബ് പേജിനകത്തോട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഇമേജിന്റെ കൃത്യമായ URL ഇതിനകത്തുണ്ടാവും. ആ ഇമേജിന്റെ കൃത്യമായ URL ഇതിന്റെ മുകളിൽ വരും. ഇനി നമ്മളത് കോപ്പി ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ സ്ഥാനത്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ആ URL നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തു. അത് ഇത്തിരി നീളമുള്ള URL ആണ്. അത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഇങ്ങനെ പോകും. അപ്പോഴിങ്ങനെ നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇനി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് എടുക്കുന്നു. ഞാനൊന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. നമ്മുടെ ടേബിൾ ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊന്ന് റിഫ്രഷ് ചെയ്ത സമയത്ത് നമ്മുടെ ആ പിക്ചർ ഈ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് വന്നു. പിന്നെ അതൊരു വലിയ പിക്ചർ ആയതുകൊണ്ട് അത് സ്ട്രെച്ചഡ് ആയിട്ട് മാത്രമേ ഇതിൻ്റെ അകത്ത് വരുള്ളൂ. നമുക്ക് ആ ഇമേജിനെ പൂർണ്ണമായിട്ട് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. തൽക്കാലം നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാൻ. ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്. ബോഡി എന്ന് പറയുന്ന ടാഗിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ ബോഡിക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബോഡി നമ്മുടെ എൻ്റയർ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതായിട്ട് മാറും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് രണ്ട് പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടുകളാണ് ടേബിൾ ടാഗിന്റെ. അതാണ് സെൽ പാഡിങ്ങും അതുപോലെ സെൽ സ്പേസിങ്ങും. സെൽ പാഡിങ്ങും അതുപോലെ സെൽ സ്പേസിങ്ങും. സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിനകത്തുള്ള സെല്ലുകളുടെ അകലം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് സെൽ സ്പേസിംഗ്. ഒരു ടേബിളിനകത്തെ സെല്ലുകളുടെ അകലം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ഏത്? സെൽ സ്പേസിംഗ്. ഇനി സെൽ പാഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിനകത്തെ സെല്ലിനകത്തുള്ള കണ്ടന്റും ആ സെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ സെൽ പാഡിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ടു സ്പെസിഫൈ ദ സ്പേസ് ടു ബി ലെഫ്റ്റ് ബിറ്റ്വീൻ സെൽ. സെല്ലുകൾ തമ്മിലുള്ള അകലം എത്ര വേണം, അതാണ് സെൽ സ്പേസിംഗ്. ഇനി സെൽ പാഡിംഗ് എന്ന് പറഞ്ഞാൽ ആ സെല്ലും അതിന്റെ കണ്ടന്റും തമ്മിലുള്ള അകലം. ടു സ്പെസിഫൈ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽ ബോർഡർ ആൻഡ് സെൽ കണ്ടന്റ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നമ്മുടെ കോഡിലോട്ട് വീണ്ടും നോക്കുക. ഇവിടെ ഞാൻ നമ്മുടെ ടേബിൾ എന്ന് പറയുന്ന ടാഗിന്റെ അതിന് സെൽ സ്പേസിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തു. ഞാൻ സെൽ സ്പേസിംഗ് 10 എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പോൾ അത് ഏത് രീതിയിൽ വരും എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് അത് വരുന്നത്. സെൽ സ്പേസിംഗ് 10 എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ രീതിയിൽ വരും. എന്താണ് സെൽ സ്പേസിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെല്ലുകൾ തമ്മിലുള്ള അകലമാണ്. ഈ ഒരു അകലമില്ലേ, ഈ സെല്ലിന്റെ ഇടയിലുള്ള അകലം, അല്ലെങ്കിൽ
ഈ ഒരു അകലം ഒന്ന് സ്ക്രീനിലോട്ടൊന്ന് നോക്കിയോളണേ. ഇതാ ഈ ഒരു അകലമില്ല, ഈ ഒരു അകലത്തിനെയാണ് നമ്മൾ സെൽ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു അകലം, ഞാൻ ഈ വരയ്ക്കുന്ന ഈ ഒരു അകലമാണ് സെൽ സ്പേസിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സെൽ സ്പേസിംഗ് ഒന്ന് കൂട്ടുകയാണ്. 10 എന്നത് മാറ്റി ഞാനത് 25 എന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ വെബ് പേജിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കാം. ഉണ്ടോ, 25 എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? സെല്ലുകൾ തമ്മിലുള്ള അകലം കൂടി അല്ലേ? സെല്ലുകൾ തമ്മിലുള്ള അകലം കൂടി. എല്ലാ സെല്ലുകൾ തമ്മിലും 25 എന്ന് പറയുന്ന 25 പിക്സൽസ് ആയിട്ടായിരിക്കും അതിന്റെ കണക്ക് വരുന്നത്. 25 എന്ന് പറയുന്ന അകലം വന്നു. ഞാൻ സെൽ സ്പേസിങ് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? സെൽ സ്പേസിങ് ഞാൻ 0 കൊടുക്കുകയാണ്. സെൽ സ്പേസിംഗ് 0 കൊടുത്തപ്പോഴെന്തായി? ഇപ്പൊ സെല്ലുകൾ തമ്മിൽ അകലമില്ല. ഇതിപ്പോ നമ്മളൊരു സാധാരണ നമ്മൾ ബുക്കിലൊക്കെ വരയ്ക്കുന്ന പോലെയുള്ള ഒരു ടേബിളായി അല്ലേ? സെല്ലുകൾ തമ്മിൽ ഇപ്പോൾ യാതൊരു അകലവും ഇല്ലാതായി. അപ്പോൾ ഇതാണ് സെൽ സ്പേസിംഗ്. ഇപ്പോൾ സെൽ സ്പേസിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന സെൽ പാഡിംഗ്. ഞാൻ സെൽ സ്പേസിംഗ് മാറ്റി അവിടെ തൽക്കാലം സെൽ പാഡിംഗ് എന്ന് കൊടുത്തു. ഇപ്പോൾ സെൽ പാഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെല്ലും അതിന്റെ കണ്ടന്റും തമ്മിലുള്ള അകലമാണ്. ഇപ്പോ ഞാൻ ഈ സെൽ പാഡിങ്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെൽ പാഡിങ് 0 ആയിട്ട് കിടക്കുകയാണ്. ഇനി ഞാൻ സെൽ പാഡിങ്ങിന്റെ വാല്യൂ ഒന്ന് കൂട്ടുകയാണ്. അപ്പോൾ എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. ഞാൻ സെൽ പാഡിങ് 10 കൊടുത്തു. സെൽ പാഡിങ് ഞാൻ 10 കൊടുത്തു. സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് ആ സെല്ലിന്റെ ബൗണ്ടറിയും അല്ലെ സെല്ലും തമ്മിലുള്ള അകലം അവിടെ കൂടിയിരിക്കുന്നതായിട്ട് കാണാം. സെല്ല്, അതായത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഈ സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഒരു സെല്ലിന്റെ ബൗണ്ടറിയും ആ സെല്ലും തമ്മിലുള്ള അകലം, ഇതാണ് സെൽ പാഡിംഗ്. രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും, പക്ഷേ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ അകലമാണ്. അപ്പോൾ സെൽ പാഡിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. സെൽ പാഡിംഗ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൽ കണ്ടന്റ് വിത്ത് ദ ബോർഡർ ഓഫ് ദ സെൽ. സെല്ലിന്റെ ബോർഡറും ആ സെല്ലിന്റെ കണ്ടന്റും തമ്മിലുള്ള ഈ അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ടേബിൾ എന്ന ടാഗിന്റെ ആട്രിബ്യൂട്ടുകൾ. അടുത്തതായി നമ്മൾ ടേബിൾ ടാഗിന്റെ ആട്രിബ്യൂട്ടുകളാണ് കണ്ടത്. അത് ഏതൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്? അപ്പൊ ഇത്രയും ആട്രിബ്യൂട്ടുകളാണ് നമ്മൾ കണ്ടത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാവാത്തവർ വീണ്ടും ആ വീഡിയോയുടെ ബാക്കിലോട്ട് പോയി അത് എന്താണെന്ന് പഠിക്കുക. ബോർഡർ കളർ, അലൈൻ, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിംഗ്, സെൽ പാഡിംഗ്. അപ്പോൾ ഇത് എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് TR ടേബിൾ റോയുടെ ആട്രിബ്യൂട്ടുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ കണ്ട ആട്രിബ്യൂട്ടുകൾ തന്നെയാണ്, ടേബിളിനുള്ള ആട്രിബ്യൂട്ടുകൾ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്രയും ആട്രിബ്യൂട്ടുകളാണ് നമുക്ക് ടേബിൾ റോയ്ക്കുള്ളത്. ടേബിൾ റോയ്ക്ക് നമ്മൾ പഠിക്കുന്ന ഇത്രയും ആട്രിബ്യൂട്ടുകളാണ്. ഏതൊക്കെയാണ്? അലൈൻ, വി അലൈൻ, BG കളർ. അലൈൻ, വി അലൈൻ, BG കളർ. ഇതാണ് ടേബിൾ റോയുടെ ആട്രിബ്യൂട്ട്. അലൈൻ, വി അലൈൻ, BG കളർ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ ടേബിളിന്റെ അകത്ത് അലൈൻ പഠിച്ചു. അതുപോലെ ഇവിടെ എന്താണ് ടേബിൾ റോ എവിടെ അലൈൻ ചെയ്യപ്പെടണം എന്ന് കാണാനായിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ റോയുടെ ആട്രിബ്യൂട്ടുകൾ 3 ആട്രിബ്യൂട്ടുകളാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഏതൊക്കെയാണ്? അലൈൻ ഉണ്ട്, വി അലൈൻ ഉണ്ട്, BG കളർ ഉണ്ട്. അപ്പോൾ അലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ലെഫ്റ്റിൽ അലൈൻഡ് ആയിട്ട് വരണോ, റൈറ്റിൽ അലൈൻഡ് ആയിട്ട് വരണോ, സെൻട്രലി അലൈൻഡ് ആയിട്ട് വരണോ, ഇതാണ് നമ്മൾ അലൈനിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അലൈൻ എന്ന് പറയുമ്പോൾ അത് എന്താണ്? ടേബിൾ റോയെ സംബന്ധിച്ചിടത്തോളം അലൈൻ എന്ന് പറയുമ്പോൾ ടു സ്പെസിഫൈ ദ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഓഫ് ദ ടെക്സ്റ്റ് ഇൻ എ സെൽ ഇൻ ദാറ്റ് പർട്ടിക്കുലർ റോ. ആ ടേബിൾ റോയിൽ വരുന്ന കണ്ടന്റ് അത് എവിടെ അലൈൻഡ് ആവണം, ലെഫ്റ്റിൽ വരണോ, റൈറ്റിൽ വരണോ, സെൻട്രലിൽ വരണോ, ഇതാണ് നമ്മൾ അലൈൻ വെച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വി അലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ അലൈൻ. അതിനെ നമ്മൾ ചുരുക്കിയാണ് വി അലൈൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ അലൈൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും.
ഇപ്പോൾ അലൈൻ എന്ന് പറയുമ്പോൾ അത് ഹൊറിസോണ്ടൽ അലൈൻ ആണ്. ഇപ്പോൾ വി അലൈൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ അലൈൻ. ഒരു ടേബിൾ റോയ്ക്കകത്ത് വരുന്ന കണ്ടന്റ് അതിന്റെ ഏറ്റവും മുകളിൽ വരണോ ഏറ്റവും താഴെ വരണോ അതേ നടുക്ക് വരണോ എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് നമ്മൾ വി അലൈൻ യൂസ് ചെയ്യുന്നത്. വി അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. 1 ടോപ്പ്, 2 മിഡില്, 3 ബോട്ടം. ബോട്ടത്തിന് നമ്മൾ ബേസ് ലൈൻ എന്നും പറയാറുണ്ട്. ഈ 3 വാല്യൂസ് ആണ് ഉള്ളത്. ഇപ്പോൾ വി അലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ റോയ്ക്കകത്ത് വരുന്ന കണ്ടന്റ് വെർട്ടിക്കലി എവിടെ അലൈൻ ചെയ്യണം, ടോപ്പിൽ വരണോ ബോട്ടത്തിൽ വരണോ അതോ മിഡിൽ വരണോ. അലൈനും വി അലൈനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അലൈൻ ആണ്. അതിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. ഇനി വി അലൈൻ എന്ന് പറഞ്ഞാൽ അത് വെർട്ടിക്കൽ അലൈൻമെന്റ് ആണ്. അതിന്റെ വാല്യൂസ് ഏതാണ്? ടോപ്പ്, മിഡിൽ, ബോട്ടം. ബോട്ടത്തിന് നമ്മൾ ബേസ് ലൈൻ എന്നും പറയും. ഇനി ഇതിന്റെ അവസാനത്തെ ആട്രിബ്യൂട്ട്, ടേബിൾ റോയുടെ അവസാനത്തെ ആട്രിബ്യൂട്ടായിട്ട് നമ്മൾ പഠിക്കുന്നത് BG കളറാണ്. നിങ്ങൾക്ക് അറിയാം അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ റോയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ BG കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ആട്രിബ്യൂട്ടുകൾ മാത്രമേ നമ്മൾ ടേബിൾ റോയുടേതായിട്ട് പഠിക്കുന്നുള്ളൂ. അതേതൊക്കെയാണ്? അലൈൻ, വി അലൈൻ, BG കളർ. ഇനി അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് TD അല്ലെങ്കിൽ THന്റെ ആട്രിബ്യൂട്ടുകളാണ്. TD അല്ലെങ്കിൽ THന്റെ ആട്രിബ്യൂട്ടുകൾ രണ്ടും ഒരേ സംഗതി തന്നെയാണ്. തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി ആ TDക്കും THനും ഒരേ ആട്രിബ്യൂട്ടുകൾ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ പഠിക്കുന്ന ഈ 3 ആട്രിബ്യൂട്ടുകൾ, TDയുടെ അല്ലെങ്കിൽ THന്റെ ഈ 3 ആട്രിബ്യൂട്ടുകൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഏതൊക്കെയാണ്? അലൈൻ, വി അലൈൻ, BG കളർ. അത് ടേബിൾ റോയ്ക്ക് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ്. അലൈൻ ഹൊറിസോണ്ടൽ അലൈൻ ആണ്. ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ 3 വാല്യൂ ആണ് ഉള്ളത്. വി അലൈൻ എന്ന് പറഞ്ഞാൽ അത് വെർട്ടിക്കൽ അലൈൻ ആണ്. അതിന് ടോപ്പ്, മിഡിൽ, ബോട്ടം അങ്ങനെ 3 വാല്യൂ ആണുള്ളത്. ബോട്ടത്തിന് നമ്മൾ ബേസ് ലൈൻ എന്നും പറയാറുണ്ട്. ഇനി BG കളർ എന്ന് പറയുമ്പോൾ ആ ടേബിൾ ഡേറ്റയുടെ അല്ലെങ്കിൽ ടേബിൾ ഹെഡറിന്റെ, അതായത് ആ സെല്ലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ TDയുടെ അല്ലെങ്കിൽ THന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആട്രിബ്യൂട്ടുകളാണ്. അത് കോളം സ്പാനും അതുപോലെ റോ സ്പാനും. ഏതൊക്കെയാണ്? ഇത് 2 പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടുകളാണ്. കോളം സ്പാൻ അല്ലെങ്കിൽ റോ സ്പാൻ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോളം സ്പാൻ അല്ലെങ്കിൽ റോ സ്പാൻ ഇത് ടേബിൾ ഡേറ്റ അല്ലെങ്കിൽ ടേബിൾ ഹെഡറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള 2 ആട്രിബ്യൂട്ടുകളാണ്. അപ്പോൾ എന്താണ് കോളം സ്പാൻ എന്ന് നോക്കിക്കേ. കോളം സ്പാൻ എന്ന് പറഞ്ഞാൽ ടു സ്പാൻ എ സെൽ ഓവർ 2 or more columns in a row. ഒരു പർട്ടിക്കുലർ സെല്ലിന് ഒന്നോ ഒന്നിൽ കൂടുതലോ കോളങ്ങളിലേക്ക് സ്പാൻ ചെയ്യണമെങ്കിൽ, അതായത് ഒരു പർട്ടിക്കുലർ സെല്ലിന് 2ൽ കൂടുതൽ കോളങ്ങളുടെ ഏരിയയിലോട്ട് എന്താണ് ഇങ്ങനെ സ്പാൻ ചെയ്ത് അങ്ങനെ വിസ്തരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് കോൾ സ്പാൻ. അതുപോലെ ഒരു പർട്ടിക്കുലർ സെല്ലിന് 2ൽ കൂടുതൽ റോകളിലേക്ക് ഇങ്ങനെ പടർന്നു നിൽക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് റോ സ്പാൻ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മളൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആ കോഡിങ്ങിലോട്ട് വീണ്ടും പോവാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടേബിളാണ്, ആ ടേബിളിന്റെ കോഡാണ്. ആ ടേബിൾ ഈ രീതിയിലാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഞാൻ അതിൻ്റെ അകത്ത് ഈ റോ സ്പാനും കോളം സ്പാനും അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ റോ സ്പാനും കോളം സ്പാനും എന്തിന്റെ ആട്രിബ്യൂട്ടാണ്? ടേബിൾ ഡേറ്റയുടെ ആട്രിബ്യൂട്ട്. ഞാൻ റോ സ്പാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് 2ാമത്തെ റോയിലെ ആദ്യത്തെ TDക്കകത്താണ്. 2ാമത്തെ റോയിലെ ആദ്യത്തെ TD. ഇവിടെ ഞാൻ താണ്ടി ഇങ്ങനെ കൊടുത്തു. എന്താണ്? ആദ്യം നമുക്ക് കോളം സ്പാൻ കൊടുത്തു നോക്കാം. കോൾ സ്പാൻ ഈക്വൽ ടു ഞാൻ 2 എന്ന് കൊടുത്തു. കോളം സ്പാൻ ഈക്വൽ ടു 2. എന്തിനാണ് കോളം സ്പാൻ ഉപയോഗിക്കുന്നത്? ഒരു പർട്ടിക്കുലർ സെല്ലിന് 2ൽ കൂടുതൽ കോളങ്ങളുടെ ഏരിയ വേണം അല്ലെ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ് കോളം സ്പാൻ. ഇനി ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. എന്ത് മാറ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സൈറ്റ് എടുത്തു, നമ്മൾ അതൊന്ന് റിഫ്രഷ് ചെയ്യാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. അതായത് നമ്മുടെ 2ാമത്തെ റോയിലെ ആദ്യത്തെ TD ഇപ്പോൾ എന്ത് സംഭവിച്ചു? അത് ഒരു സെല്ലിനുള്ള സ്ഥലം കൂടെ എടുത്തു അല്ലെ. അത് അടുത്ത കോളത്തിലേക്ക് ഇറങ്ങി. അടുത്ത കോളത്തിലേക്കല്ലേ പോയത് അല്ലെ, നമ്മളത് ഇങ്ങോട്ടാണ് പോയത്, ശരിയല്ലേ? അപ്പോൾ അത് അടുത്ത കോളത്തിലേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ 2ാമത്തെ റോയിലെ 1ാമത്തെ സെല്ല് എന്ന് പറയുന്നത് എങ്ങോട്ട് പോയി?
ആ രണ്ടാമത് കിടക്കുന്ന അതിന്റെ തൊട്ട് അടുത്ത കോളത്തിലേക്കുള്ള ഒരു സെല്ലിലോട്ടും കൂടെ അത് കയറി. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ആണ് കോളം സ്പാൻ എന്ന് പറയുന്നത്. ഇനി റോ സ്പാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഞാൻ അതേ സെല്ലിന് റോ സ്പാൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിന്റെ അകത്ത് കോളം സ്പാന് പുറമെ ഞാൻ ഇങ്ങനെ കൊടുത്തു, റോ സ്പാൻ ഈക്വൽ ടു ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ എന്ത് മാറ്റമായിരിക്കും വരുന്നതെന്ന്. ഇപ്പോൾ നമ്മുടെ ടേബിൾ ഇരിക്കുന്ന ഇങ്ങനെയാണ്. ഞാനൊന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആ ടേബിൾ ഡേറ്റ, അതായത് നമ്മുടെ രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ സെല്ല് എന്താണ്, തൊട്ടടുത്ത റോയിലോട്ടും കൂടെ ഇറങ്ങി അല്ലേ? തൊട്ടടുത്ത റോയുടെ സ്ഥലം കൂടെ എടുത്തു. അതായത് ഇത് ശരിക്കും ഈ കാണുന്നതെന്ന് പറയുന്നത് ശരിക്കും ഒറ്റ സെല്ലാണ്. ഈ ഒറ്റ സെല്ലിന് ഇത്ര വലിപ്പമേ ഉള്ളൂ. പക്ഷേ അതെന്ത് ചെയ്തു? അത് ഇപ്പോൾ ഒരു സെല്ലിലേക്കും കൂടെ അഡീഷണൽ ആയിട്ട് എന്താണ്, റോ വൈസും കോളം വൈസും നിൽക്കുകയാണ്. ഒരു സെല്ലിലോട്ടും കൂടെ അഡീഷണൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ അത് കോളം വൈസും ഒരു സെല്ലിന്റെ സ്പേസ് കൂടെ എടുത്തു, അതുപോലെ റോ വൈസും ഒരു സെല്ലിന്റെ സ്പേസ് കൂടെ എടുത്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ഏത്? കോളം സ്പാനും റോ സ്പാനും. അപ്പോൾ ഓർമ്മിച്ചോളണം, നമ്മൾ ടേബിൾ ഡേറ്റയുടെ വളരെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടുകളാണ് കോളം സ്പാനും റോ സ്പാനും. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്പാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു നിൽക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു സെല്ലിന് മറ്റൊരു സെല്ലിന്റെ ഏരിയയും കൂടെ എന്താണ്, കടന്നു കയറണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടുകളാണ് കോളം സ്പാൻ, റോ സ്പാൻ. അടുത്ത കോളത്തിന്റെ സ്ഥലമാണ് വേണ്ടതെങ്കിൽ കോളം സ്പാൻ ഉപയോഗിക്കും. അടുത്ത റോയുടെ സ്ഥലമാണ് വേണ്ടതെങ്കിൽ റോ സ്പാനും ഉപയോഗിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കോളം സ്പാനും റോ സ്പാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ടാഗുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആട്രിബ്യൂട്ടുകൾ. എല്ലാം ശ്രദ്ധിച്ച് നോക്കുക. ഏതിലെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അത് ആവർത്തിച്ച് കാണുക. അപ്പോൾ ടേബിളിനെ പറ്റി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൻ്റെ അകത്ത് കാണാം. താങ്ക് യു.